നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ സമയത്തിൻ്റെ വില. സമയം എന്ന് പറയുന്നത് ഒരു മിനിറ്റ്, ഏറ്റവും ചെറിയത് ഒരു സെക്കൻഡിൻ്റെ 100,000. അതായത് വളരെ ചെറിയ സമയം കൊണ്ട് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടാകാം, ചീത്ത ഗുണങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കായിക ലോകത്തെ ഒരു അത്ഭുതമാണ് പി.ടി. ഉഷ. പി.ടി. ഉഷയ്ക്ക് ഒളിമ്പിക് മെഡൽ നേടാൻ സാധിച്ചിട്ടില്ല. എന്നാലോ അതിൻ്റെ വളരെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൻ്റെ 100,000 കുറവ് കൊണ്ടാണ് പി.ടി. ഉഷയ്ക്ക് ഒളിമ്പിക് മെഡൽ നഷ്ടപ്പെട്ടത്. എത്ര ചെറിയൊരു സമയത്തിൻ്റെ മാറ്റമാണത്. ആ ഒരു സെക്കൻഡ് കൂടി വേഗത്തിലെത്തിയിരുന്നെങ്കിൽ ഒളിമ്പിക് മെഡൽ ഉഷയ്ക്ക് ലഭിച്ചേനെ. ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയായിരുന്നു ഉഷ. അതുപോലെ ലോക ചരിത്രത്തിലെ ഒരു വീരനും ധീരനുമൊക്കെയായ സമർത്ഥനായ ഒരു യോദ്ധാവും ഭരണാധികാരിയുമൊക്കെയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ജീവിതത്തിലെ പല കഥകളും അതായത് ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അധ്യാപകരൊക്കെ അന്ന് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഇന്നത്തെ പോലെ പഠിക്കൽ മാത്രമല്ല, പല കാര്യങ്ങളും മഹാന്മാരുടെ ജീവിതത്തിലെ, രാജ്യത്തിലെ ചില വ്യക്തികളുടെ, ധീരദേശാഭിമാനികളുടെ, അങ്ങനെ പലതരത്തിലുള്ള ചരിത്രകഥകൾ, പുരാണ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു അധ്യാപകർ. ഒരുപാട് കഥകൾ കേൾക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ചെറിയ കാര്യം പറയാം ഞാനിപ്പോൾ. അതാണ് ഇന്നത്തെ കഥ, സമയത്തിൻ്റെ വില. അദ്ദേഹം ധീരനാണ്, വീരനാണ്, നല്ലൊരു യോദ്ധാവാണ്. പ്രധാനമായിട്ട് തൻ്റെ ചെറിയൊരു രാജ്യത്തിൻ്റെ രാജാവായിട്ട് തുടങ്ങിയ ആളാണ്. പക്ഷെ ചുറ്റുമുള്ള മറ്റ് ചെറിയ രാജ്യങ്ങളൊക്കെ പട നയിച്ച് യുദ്ധത്തിൽ അവിടുത്തെ സൈന്യത്തെ തോൽപ്പിച്ച് തൻ്റെ രാജ്യത്തോട് ചേർത്ത് വലിയൊരു സാമ്രാജ്യത്തിൻ്റെ രാജാവായി നെപ്പോളിയൻ. അത്രയ്ക്ക് വളരെ കൃത്യനിഷ്ഠ. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ചിട്ടയാണ്, കൃത്യനിഷ്ഠ. 8 മണി എന്ന് പറഞ്ഞാൽ 8 മണി. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ വിളിച്ചാൽ തൻ്റെ മന്ത്രിമാരെയും സൈന്യാധിപന്മാരെയും ഒക്കെ കൂട്ടി ഒരുമിച്ച് ചേർത്ത് അദ്ദേഹം ചില യോഗങ്ങൾക്ക് വിളിക്കും. ആ യോഗത്തിന് ഇന്ന് കൃത്യം 4 മണിക്ക് യോഗം കൂടുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ 4 മണി എന്ന് പറഞ്ഞിട്ടൊരു സമയമുണ്ടെങ്കിൽ നെപ്പോളിയൻ യോഗസ്ഥലത്തുണ്ട്. ഒരു മാറ്റവും ഇല്ല അതിന്. അത് കുറച്ച് നേരത്തെ നേരത്തെ ഇതൊന്നുമില്ല. കറക്റ്റ് 4 മണിക്ക് ആൾ ഹാജരായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന വളരെ വിഭവസമൃദ്ധമായ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാവും, ചായ സൽക്കാരമൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള യോഗങ്ങളിൽ. ഒരു ദിവസം അദ്ദേഹം മീറ്റിങ്ങിന് വിളിച്ചു. അപ്പോൾ എല്ലാ തവണ ഇങ്ങനെ കൃത്യമായിട്ടൊക്കെ ചെല്ലാറുണ്ട്. അന്ന് സംഗതി വെച്ചാൽ എന്തോ ഒരു വിശേഷ ദിവസം കൂടിയായിരുന്നു ആ രാജ്യത്ത്, എന്തോ ഒരു ആഘോഷമായിരുന്നു. അപ്പോൾ അന്നാണ് ഈ തങ്ങളുടെ രാജാവ് ഈ നെപ്പോളിയൻ യോഗം വിളിച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നും പ്രശ്നമില്ല. വിശേഷങ്ങളൊക്കെ വേറെ, ഇത് രാജ്യകാര്യം. കൃത്യം 10 മണിക്ക് യോഗത്തിന് എത്തിച്ചേരണം എന്ന് പറഞ്ഞു. വിഭവസമൃദ്ധമായ ചായ സൽക്കാരവും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ചായ സൽക്കാരം ഒക്കെ അന്നൊക്കെ യോഗത്തിന് ചെന്ന വഴിക്ക് എല്ലാവർക്കും സൽക്കാരം സ്വീകരിക്കാം. ചായ, പലഹാരങ്ങൾ വിളമ്പാനുള്ള ആളുകൾ, സീറ്റൊക്കെ റെഡിക്കുക, ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞാൽ യോഗം നടക്കുന്ന സ്ഥലത്ത് പോയി കാത്തിരിക്കുക. അതാണ് ചിട്ട. ആ കൃത്യസമയത്ത് നെപ്പോളിയൻ വന്നു, ഭക്ഷണത്തിനിരുന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ചു യോഗ സ്ഥലത്ത് ചെന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മുട്ടസൂചി താഴെ വീണാൽ ആ ശബ്ദം കേൾക്കാം. അത്രമാത്രം നിശബ്ദമാണ്. പിന്നെ തമ്മി സംസാരങ്ങളോ അങ്ങോട്ട് നോക്കലോ യാതൊന്നുമില്ല. കറക്റ്റായിട്ട് ശ്രദ്ധ മുഴുവൻ ഒരേ ഒരാളിൽ മാത്രം, യോഗസ്ഥലത്തെത്തിയ നെപ്പോളിയനിൽ മാത്രം നിർബന്ധമാണ് അദ്ദേഹത്തിന്.
അങ്ങനെയായിരുന്നു. അന്നും പതിവ് പോലെ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഉത്സവാഘോഷമായ കാരണം എല്ലാവരും വിചാരിച്ചത് എന്താണെന്നോ, ഇന്നിപ്പോൾ പതിവ് പോലെ അത്ര കൃത്യമായിട്ട് ഇതിൻ്റെ യോഗം നടക്കുന്നുണ്ടാവില്ല. ഈ ഉത്സവമൊക്കെ കഴിഞ്ഞ വെച്ചാൽ ആൾക്കാരൊക്കെ അവിടെ ചെന്നിട്ട് വേണ്ടേ. ആ ചെന്ന വഴിക്ക് അപ്പോൾ എന്താ വെച്ചാൽ യോഗം അങ്ങ് തുടങ്ങിയ അപ്പം അവിടെ നിൽക്കും. സൽക്കാര സ്ഥലത്തേക്ക് പിന്നെ ആർക്കും പ്രവേശനമില്ല. അങ്ങനെയാണ് യോഗം തുടങ്ങി. ആ കറക്റ്റ് സമയമായപ്പോൾ വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു, സൽക്കാരമായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സൽക്കാരം നിർത്തിവെക്കൂ, യോഗസ്ഥലത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോൾ ഒക്കെ ചിലർ വരണുള്ളൂ. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ എന്താ, സൽക്കാര സദസ്സിലേക്ക്, സൽക്കാരം നടക്കുന്ന സ്ഥലത്തേക്ക്, ഭോജനശാലയിലേക്ക് ഒരാൾക്കും പ്രവേശനം കിട്ടിയില്ല. എല്ലാവരും മീറ്റിങ്ങിന് പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഉത്സവമായാലും കൊള്ളാം, ആഘോഷമായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, യോഗത്തിന് വിളിച്ച യോഗത്തിൽ സമയത്തിനാണ് വില, സമയത്തിൻ്റെ വില. അത് പറഞ്ഞുകൊണ്ടാണ് സമയത്തിൻ്റെ വില നമ്മൾ അറിയണം. ഇനിയുള്ള സമയം, ഇനി യോഗത്തിനുള്ള സമയമാണ്, നമ്മൾക്ക് ചർച്ചകൾ ചെയ്യാനുള്ള സമയമാണ്, കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട സമയമാണ്. ആ സമയം സൽക്കാരത്തിന് വേണ്ടി വിനിയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് യോഗസ്ഥലത്ത് നമ്മുടെ യോഗം ആരംഭിക്കുകയായി. സമയത്തിന് വിലയുണ്ടെന്ന് ആ യോഗത്തിൽ വന്ന എല്ലാവർക്കും അപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. കുറച്ച് വൈകി വന്നാലൊന്നും എന്ത് കാരണമാണെങ്കിലും നെപ്പോളിയൻ്റെ ഭോജനശാലയിൽ പ്രവേശനം ലഭിക്കുകയില്ല എന്ന പാഠം മനസ്സിലായി. ഇതാണ് ഇന്നത്തെ കഥ, സമയത്തിൻ്റെ വില. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും, കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.